evening, everyone. Greetings from Manorama Horizon. This is Vipin from Manorama Horizon. I take care of the marketing and operations of Manorama Horizon. Thank you everyone for being here in this evening. I know most of you might be traveling back to your homes or we'll be heading to a busy weekend. In that time, we are really thankful for the time you have decided for, giving for your for the cybersecurity awareness and to know the great opportunities that awaits for you in this regime. So, Manorama Horizon, in association with Technovalley, is presenting this webinar for you. We have been, Manorama Horizon and Technovalley have been into a consensus for this. And we have the team from Technovalley with us. Like Divya is here, Mr. Rahul, a Deputy General Manager of Cybersecurity Stack, says Technovalley Technologies Private Limited, Kochi. He is already here with us. You can see him on the screen. He is the co-host of this meeting. So I'd like to welcome everyone to the meeting and warm welcome Mr. Rahul and the team Technovalley to this wonderful session. Like we have other people also joining in, but since we have to respect at the time of the people who have joined already, we can start the session. I'd like to call upon Mr. Rahul for addressing the gathering. Rahul sir, it's all yours. Yeah. Thank you all. Thank you, Manorama, for this wonderful platform. As Bipin said, myself, Rahul, I'm working in Technovalley India Private Limited, working as Deputy General Manager, representing Cybersecurity Stack, and we do have Technovalley. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുന്നത് സൈബർ സെക്യൂരിറ്റി ഓപ്പർച്യൂണിറ്റീസ്, ഇതിൽ നമുക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്ക് അതിലെങ്ങനെ കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഐഡിയ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മേഖല തന്നെയായിരിക്കും സൈബർ സെക്യൂരിറ്റി. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് പേര് സൈബർ സെക്യൂരിറ്റിനെ കുറിച്ച് പഠിക്കുന്നവരുണ്ടായിരിക്കും. BSc, MSc അല്ലെങ്കിൽ MTech, BTech എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നവരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ സൈബർ സെക്യൂരിറ്റിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന ഭൂരിഭാഗം പേരും. അപ്പോൾ യു ഷുഡ് നോ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് സൈബർ സെക്യൂരിറ്റി ഉള്ളത്. ആൻഡ് സൈബർ സെക്യൂരിറ്റി എന്താണെന്ന് നമുക്കറിയാം. ഇത് നമുക്കൊരു ജോബിലേക്ക് നോക്കുന്നതിലുപരി നമുക്ക് ഇതിന്റെ ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിലേക്ക് നമുക്ക് എല്ലാവരും അറിയേണ്ട ഒരു മേഖല തന്നെയാണ് സൈബർ സെക്യൂരിറ്റി. എല്ലാ ഇൻഡിവിജ്വൽസും അറിയേണ്ട ഒരു മേഖലയാണ് സൈബർ സെക്യൂരിറ്റി. വൈ? ബിക്കോസ് ഇത് നമ്മളെല്ലാവരും ഇന്റർനെറ്റിലേക്ക് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മളെല്ലാവരും ഐ ടി നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു മേഖലയാണ് IT എന്ന് പറയുന്നത്, ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ ആവട്ടെ, വാച്ച് ആവട്ടെ, ഇയർപോഡ്സ് ആവട്ടെ, എന്തും ആവട്ടെ, എല്ലാം നമ്മളിപ്പോൾ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യണം, അല്ലെ? അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് സെക്യൂരിറ്റി എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറാണ്, അല്ലെ? ഇതിന് നമുക്ക് സെക്യൂർ ആക്കണം. ഇത് നമ്മൾ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡാറ്റ നഷ്ടപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ പ്രൈവസി നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല, അല്ലെ? അത് ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത് തന്നെ ഒരു ഓർഗനൈസേഷൻ ലെവലിൽ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ സെഷനിൽ നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് പറയാൻ പോകുന്നത്, നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് സംസാരിക്കാൻ പോകുന്നു, ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഇത് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. ഏകദേശം നമ്മൾ Technovalley പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏകദേശം 6 കൊല്ലമായിട്ട് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ്, നമ്മളൊരു ട്രെയിനിങ് നമ്മൾ ഇൻ ആൻഡ് ഔട്ട് ആയിട്ട് വിത്ത് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ്, EC കൗൺസിൽ കോമ്പറ്റൻസ്, അങ്ങനെ വരുന്ന ഗ്ലോബൽ സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഇതിൽ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ക്ലിയർ ചെയ്ത് പോകുന്ന രീതിയിലേക്കാണ് ഈ സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം ജോയിൻ ചെയ്യുന്നവരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ ഗെറ്റ് ഇൻ ടു ദ പ്രോഗ്രാം. സോ ഇപ്പോ എല്ലാവർക്കും എന്റെ സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഹലോ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സെഷൻ റെക്കോർഡഡ് അല്ലേ? ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും റെക്കോർഡഡ് വീഡിയോ? റെക്കോർഡഡ് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്, എന്താണ് സൈബർ സെക്യൂരിറ്റി, ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, നമുക്ക് ഇതിൽ എന്തൊക്കെ മേഖലകളുണ്ട്, ഇതാണ് നമ്മൾ ഇന്ന് ത്രൂ ഔട്ട് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൽ ആദ്യം നമുക്ക് അറിയേണ്ടത് വെച്ചാൽ എന്താണ് സൈബർ സെക്യൂരിറ്റി എന്നില്ലാതെ നമുക്ക് തുടങ്ങാം.
അല്ലെ? സോ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആവട്ടെ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ആവട്ടെ, ഗാഡ്ജറ്റ്സ് ആവട്ടെ, സോ എന്താണ് സൈബർ സെക്യൂരിറ്റി എന്ന് മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. സൈബർ സെക്യൂരിറ്റി എന്താണ്, ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, എന്തൊക്കെ തരത്തിലുള്ള അതിന്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞല്ലോ. സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ഡിവൈസ് നമ്മൾ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഏതൊരു ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ പോലും അതിന്റെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക, അതിനെ സെക്യൂർ ആക്കുക എന്നുള്ളത് തന്നെയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഡൊമൈനിന്റെ മേജർ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ കണക്ട് ചെയ്യുന്ന ലാപ്ടോപ്പ് ആവട്ടെ, മൊബൈൽ ഫോൺ ആവട്ടെ, എന്ത് ഡിവൈസ് ആവട്ടെ, അതൊരു ചിലപ്പോൾ സർവർ ആയിരിക്കും, റൗട്ടർ ആയിരിക്കും, എന്ത് ഡിവൈസ് ആണെങ്കിലും അതൊന്ന് ഇന്റർനെറ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പോസ്ഡ് ആയി. അത് പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിനൊരു റിസ്ക് ഉണ്ട്. ആർക്ക് വേണമെങ്കിലും അക്സസ് ചെയ്യാൻ പറ്റുന്ന, ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്ത് അതിന് വേറെ രീതിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിസ്ക് അവിടെ ഓട്ടോമാറ്റിക്കലി എന്താവുന്നുണ്ട്, രൂപപ്പെട്ടു വരുന്നുണ്ട്. അപ്പൊ ആ റിസ്കിനെ ഒഴിവാക്കിക്കൊണ്ട്, ആ റിസ്കിനെ കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തുകൊണ്ട് ആ സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഓരോ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സിന്റെയും പണി. അതാണ് ആ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഫീൽഡിലും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനെ സെക്യൂർ ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെ മെത്തേഡ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു പ്രസന്റേഷൻ നമ്മൾ അറിഞ്ഞു തരാം. അപ്പൊ ഇതിന്റെ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മള് ഒരു സിസ്റ്റത്തെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഡിവൈസ് നമ്മൾ ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്ത ഏതൊരു ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ ആ ഡിവൈസിനെ സൈബർ ത്രെറ്റിൽ നിന്ന് സെക്യൂർ ആക്കി നിർത്തുക, അതിനെ ഡാറ്റ ബ്രീച്ച് ഔട്ടിൽ നിന്ന് സെക്യൂർ ആക്കി നിർത്തുക എന്നുള്ളതാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഡൊമൈനിന്റെ മേജർ ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അത് സെക്യൂർ ആക്കി നിർത്താനുള്ള നമുക്കുള്ള ഓപ്ഷൻസ് എന്നുള്ളത് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് വെച്ചാൽ, ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും കേരളമാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ വളരെയധികം സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മളെല്ലാവരും പറയുന്നതാണ്, ഡിജിറ്റലി ആവട്ടെ അതേപോലെ തന്നെ എല്ലാ രീതിയിലാണെങ്കിൽ കേരളം ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആണെന്ന് പറയുന്നത്. ഈ കേരളത്തില് ഓൺലൈൻ തട്ടിപ്പിലൂടെ മാത്രം പ്രതിമാസം 10 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അതായത് ഒരു മാസം 10 കോടി രൂപ നമ്മുടെ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞ മാർച്ച് 22 കണക്കാണ്. അതായത് ലാസ്റ്റ് ഇയർ മാർച്ചിലെ കണക്കാണ്, 2023 കണക്കാണ്. ഓക്കെ, പ്രതിമാസം 10 കോടി രൂപ. ഇത് ഇപ്പോ ഒരു ഇൻഡിവിജ്വൽ ലെവലിലാണോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അതായത് ഒരു വ്യക്തിഗതമായിട്ട് നഷ്ടപ്പെടുന്ന പൈസ മാത്രമാണോ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. ISRO പോലെ ഏത് ഗ്ലോബൽ ഓർഗനൈസേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ നോക്കി ഗൂഗിൾ എടുക്കാം, ഒരു പണ്ട് കാലത്ത് ഒരു എയർപോർട്ട് തന്നെ സൈബർ സെക്യൂരിറ്റി അറ്റാക്ക് കാരണം അടച്ചിടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കമ്പനി, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് പോലത്തെ മേജർ IT കമ്പനീസ് എടുക്കാം. അല്ലാതെ നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരു ഓർഗനൈസേഷനാണ് ISRO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇത് ഡെയിലി സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആയ അത്രയും സൈബർ സെക്യൂരിറ്റി ഹാൻഡിൽ നടക്കുക, അതായത് അത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ പോലും ഡെയിലി ബേസിൽ 100 സൈബർ സെക്യൂരിറ്റി അറ്റാക്ക് ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കണക്ക് പ്രകാരം. ഓക്കെ, അതായത് കഴിഞ്ഞ 2023 ഓഗസ്റ്റിൽ വന്ന റിപ്പോർട്ട് പറയാന്ന് വെച്ചാൽ 2023 ടിൽ ഓഗസ്റ്റ് വരെ 1800 സൈബർ സെക്യൂരിറ്റി ക്രൈം ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം കേരളത്തില് 222% സൈബർ ക്രൈമുകളാണ് കൂടിയിരിക്കുന്നത്. ഈ 222% സൈബർ ക്രൈമിലും 90% സൈബർ ക്രൈം ഫൈനാൻഷ്യലി ഇൻവോൾവ് ആയിരുന്നു, പൈസ ഇൻവോൾവ് ആയിട്ടുള്ള ക്രൈംസ് ആണ്. ഓക്കെ, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങുന്നത് എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ മീഡിയാസിലൊക്കെ ചർച്ച വന്ന് തുടങ്ങിയത് എങ്ങനെയാ വെച്ചാൽ, നമ്മൾക്ക് കോഴിക്കോട് ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് ഡീപ് ഫേക്കിംഗ് ഉപയോഗിച്ചിട്ട്, ഡീപ് ഫേക്ക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആളുടെ കയ്യിൽ നിന്ന് 30,000 രൂപ തട്ടിയെടുക്കും. അപ്പോൾ പുതിയ ഇന്നോവേഷൻ വരുമ്പോൾ, പുതിയ ടെക്നോളജി വരുമ്പോൾ അതില് എന്താണ് സൈബർ സെക്യൂരിറ്റിയുടെ പങ്കും നിർണായകമാണ്. കാരണം എന്താ വെച്ചാൽ ഏത് ടെക്നോളജി വന്നാലും അതിനെ സെക്യൂർ ആക്കി നിർത്തുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് പുതിയ ടെക്നോളജി വരുന്നതിനനുസരിച്ച് നമ്മൾ ക്രൈം ഓട്ടോമാറ്റിക്കലി കൂടുന്നുണ്ട്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് സൈബർ സെക്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിനൊരു കണക്ക് ഞാൻ പറയാം. അതായത് സൈബർ സെക്യൂരിറ്റിയിൽ 2016 മുതൽ ഒരു കാൽക്കുലേഷൻ എടുക്കുകയാണെങ്കിൽ 2016-17 ആ കാലഘട്ടത്തിലാണ് ജിയോ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നത്, അല്ലെ?
ഈ ജിയോ ഇൻട്രൊഡ്യൂസ് ആവുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാറ്റ കൺസപ്ഷൻ കൂടുന്നത്. അതായത് പണ്ട് നമ്മൾ 200 MB അല്ലെങ്കിൽ 1 GB ഒരു മാസത്തേക്ക് ഉപയോഗിച്ചിരുന്ന നമ്മൾ മാറിയിട്ട് നമ്മൾ ഡാറ്റ കൺസപ്ഷൻ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ആയിട്ട് കൂടി. ഇത് നമുക്ക് ഇപ്പൊ ഒരു കാലഘട്ടം 16, 17, 18 കാലഘട്ടത്തിൽ നമ്മൾ 1 GB ഒക്കെ വെച്ചിട്ട് ഒരു ദിവസം യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. ഓട്ടോമാറ്റിക്കലി പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും 1 2 കട, ഒരു 100 കടകൾ ഉണ്ടെങ്കിൽ അതിൽ 10 കടകൾ ഉണ്ടെങ്കിൽ 10ൽ ഒരു കടയിലായിരിക്കും എന്തായിരിക്കും ഗൂഗിൾ പേ, ഫോൺ പേ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തിലെ 100 കടകളാണെങ്കിൽ ആ 100 കടയിലും ഗൂഗിൾ പേ, ഫോൺ പേ ഉണ്ട്. നമ്മുടെ പാരന്റ്സ് ഗൂഗിൾ പേ, ഫോൺ പേ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പാരന്റ്സ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നു. നമ്മുടെ വീട്ടിൽ അമ്മമാരാണെങ്കിൽ പോലും ഒരു സാധനം പുതിയ ഡിഷ് കുക്ക് ചെയ്യണം തന്നെ യൂട്യൂബ് യൂസ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും ഡെയിലി ബേസിസിലും അവർ കൂടുതൽ ഓരോ ദിവസം കഴിയുമ്പോൾ IT-യിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇന്റർനെറ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി കോവിഡ് കൂടി വന്നപ്പോൾ കൂടുതലായി ഈ ഒരു ട്രാൻസാക്ഷൻ പെട്ടെന്നായി ഒരു ഡ്രാസ്റ്റിക് ഗ്രോത്ത് ഉണ്ടായി. ഈ ഡ്രാസ്റ്റിക് ഗ്രോത്ത് ഉണ്ടായ സമയത്ത് എന്താ വെച്ചാൽ കൂടുതൽ ആളുകൾ ഒരേ ടൈമിൽ ഇന്റർനെറ്റിലേക്ക് വരുന്നു. അപ്പോൾ കൂടുതൽ കമ്പനീസ് ഇന്റർനെറ്റിലേക്ക് IT-യിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇന്ത്യ ലോകത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എക്കണോമി ആവാൻ വേണ്ടി 2026 കൂടിയൊക്കെ ഇന്ത്യ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എക്കണോമി എന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടി ഇന്ത്യ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് IT കമ്പനീസിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നു. ഫോർ എക്സാമ്പിൾ ആപ്പിളിന്റെ പ്രൊഡക്ഷൻ കൊണ്ടുവന്നു ഓൾറെഡി ടെസ്ലയുടെ പ്രൊഡക്ഷൻ ഇത് കൊണ്ടുവരാൻ നോക്കുന്നു. അങ്ങനെ ഓരോരോ പുതിയ കമ്പനീസിന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നു, അവരെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. സോ ഇത് വരുന്നതിന്റെ ഭാഗമായിട്ട് ഓപ്പർച്യൂണിറ്റി IT-യിൽ കൂടുതൽ കമ്പനീസ് വരുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഇതിലേക്കുള്ള സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സിന്റെ ആവശ്യം വളരെയധികം കൂടി. ആ ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ അത് ഇപ്പോഴും സൈബർ സെക്യൂരിറ്റി ഫീൽഡിലുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറ്റ് എൻഡില് നമ്മൾ ഇതുകൊണ്ടുണ്ടായ നമുക്ക് ഈ ഒരു ഫീൽഡിൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് നമ്മൾ അഡ്രസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇപ്പൊ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അതേപോലെ തന്നെ ഈ ഭാവിയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഇനി നമ്മൾക്ക് ഡിജിറ്റൽ വേൾഡിൽ നിന്ന് ഒരു പുറകോട്ട് വരവില്ല. നമ്മളെല്ലാവരും ഇനി IT യൂസ് ചെയ്യുന്നവരായിരിക്കും. ഡിജിറ്റൽ IT യൂസ് അല്ലെങ്കിൽ ഇന്റർനെറ്റും കാര്യങ്ങളും യൂസ് ചെയ്യുന്നവരല്ലാതെ ഒരു കമ്പനിക്ക് പോലും പഴയ പോലെ ലെഡ്ജർ ബുക്കിന്റെ കാലഘട്ടത്തിലേക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് ആരും കത്ത് എഴുതി ജീവിക്കാൻ പറ്റില്ല. ഇതിൽ നിന്ന് പുതിയ ടെക്നോളജി എന്ത് വരുന്നു എന്നുള്ളത് മാത്രം നമ്മൾ നോക്കുന്നു. എല്ലാവരും IT-ലേക്ക് പോകുന്നു, കൂടുതൽ ആളുകൾ വരുന്നു, കൂടുതൽ സൈബർ ക്രൈംസ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോ ഫ്രിഡ്ജ് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, AC ആണെങ്കിൽ വീട്ടിന് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാം. ഇത് കാരണം IoT എന്ന് പറയും, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഇങ്ങനത്തെ ഡിവൈസസിന് എണ്ണം കൂടുന്നു. അതും ഒരുപാട് എല്ലാ ഡിവൈസും ഇന്റർനെറ്റിലേക്ക് കണക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് അതിന്റെ അടുത്തൊരു ഫാക്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ സോ ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ IT യൂസേജ് കൂടുന്നു, ഡീപ് വെബ്, ക്രിപ്റ്റോ കറൻസി യൂസേജ് കൂടുന്നു. അങ്ങനെ എന്ന് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഫീൽഡ് മേഖലയ്ക്ക് ഒരുപാട് ഫ്യൂച്ചർ നമുക്ക് കാണാൻ പറ്റും ഭാവിയിലേക്ക്. അപ്പോൾ നമുക്ക് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ഡിവൈസിനെ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയെ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് സൈബർ സെക്യൂരിറ്റി എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതിനെ നമുക്ക് എങ്ങനെ സെക്യൂർ ചെയ്യാം? ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കേട്ടിരിക്കുന്ന ഏരിയാസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒന്ന് എത്തിക്കൽ ഹാക്കിംഗ്, ഒന്ന് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ, ഒന്ന് സൈബർ ഫോറൻസിക്. ഇതാണ് 3 മേജർ കരിയർ ഓപ്പർച്യൂണിറ്റി സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നതല്ലേ. ഞാൻ അതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഈ എത്തിക്കൽ ഹാക്കിംഗ്, സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ, SOC എന്ന് പറയുന്നത് മാറി സൈബർ ഫോറൻസിക് ഞാൻ അറ്റാക്കിംഗ് ഡിഫെൻസീവ് ഫോറൻസിക് എന്ന് പറഞ്ഞ് മാറ്റുന്നു. അതായത് നിങ്ങൾ കാണുന്ന എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് അറ്റാക്കിംഗ് ഒഫെൻസീവ് സെക്യൂരിറ്റി എന്ന് പറയും. SOC എന്ന് പറയുന്നത് ഡിഫെൻസീവ് സെക്യൂരിറ്റി എന്ന് പറയും. മൂന്നാമത് സൈബർ ഫോറൻസിക് എന്ന് പറയുന്നത് ഫോറൻസിക്, അതായത് സൈബർ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയും. ഇതില് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇത് എല്ലാവർക്കും ഉള്ളൊരു വാക്ക്, എല്ലാവരും കേട്ടിട്ട് പരിചയമുള്ള ഒരു കാര്യമായിരിക്കും എത്തിക്കൽ ഹാക്കിംഗ്. എന്താണ് എത്തിക്കൽ ഹാക്കിംഗ്? എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒഫെൻസീവ് സെക്യൂരിറ്റി എന്ന് പറയും. അതായത് ഇപ്പോ ഈ എത്തിക്കൽ ഹാക്കിങ്ങിന് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയ ഒരു വാക്കായിരുന്നു എത്തിക്കൽ ഹാക്കിംഗ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതിന് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ അതിനെ വിളിക്കാം പെനിട്രേഷൻ ടെസ്റ്റിംഗ് എന്നായിരിക്കും. ഒരു കമ്പനി ഓർഗനൈസേഷൻ ലെവലിൽ പെനിട്രേഷൻ ടെസ്റ്റർ, പെൻ ടെസ്റ്റർ എന്നായിരിക്കും ഇതിനെ അഡ്രസ് ചെയ്യപ്പെടാം.
ഓക്കെ, എന്താണ് ഒരു പെനിട്രേഷൻ ടെസ്റ്റർ അല്ലെങ്കിൽ എന്താണ് ഒരു എത്തിക്കൽ ഹാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാല്, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ TCS എന്ന് പറയുന്ന ഒരു കമ്പനി ഫെഡറൽ ബാങ്കിന്റെ കോൺട്രാക്ട് എടുക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരുവിധം എല്ലാവരും ബാങ്കിങ്ങിന്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ TCS എന്ന് പറയുന്ന കമ്പനി ഫെഡറൽ ബാങ്കിന്റെ എന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് എടുക്കുന്നു. എന്തിനാ വെച്ചാൽ ഇവരുടെ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് കാര്യങ്ങൾക്കുള്ള കോൺട്രാക്ട് എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ ഫെഡറൽ ബാങ്കിന്റെ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്, ഫെഡ് ബുക്ക് എന്ന് പറയുന്ന ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് TCS ആണെന്ന് വിചാരിക്കാം. ആരാണ് ഇത് ഡെവലപ്പ് ചെയ്യുക? TCSന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആയിരിക്കും ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. ഇവര് ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവര് പെനിട്രേഷൻ ടെസ്റ്റിംഗ് ടീമിനായിരിക്കും ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ആ പെനിട്രേഷൻ ടെസ്റ്റിംഗ് ടീമിന് ഇതാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് അവിടെയാണ് വരുന്നത്. അതായത് ഇന്ന് എനിക്കിപ്പോ ഇതിലുള്ള ഒരാളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സിസ്റ്റം ഹാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബഗ്ഗോ വൾണറബിലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ലൂപ്പ് ഹോൾ എന്ന് ഞാൻ അതിനെ വിളിക്കുന്നു, എന്തെങ്കിലും തരത്തിലുള്ള ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ ആപ്പ് അല്ലെങ്കിൽ സിസ്റ്റം ഹാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സിസ്റ്റം എനിക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ പെനിട്രേഷൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മളുടെ കമ്പനി തന്നെ ക്രിയേറ്റ് ചെയ്ത് ആരാണോ ക്രിയേറ്റ് ചെയ്യുക അവർ തന്നെ ഇതിൽ നിന്ന് നമ്മളെന്ന് വെച്ചാൽ ഈ ആപ്പിനെ ഒരു ഹാക്കർ എങ്ങനെയാണോ ഹാക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക, ഹാക്കർ എന്റെ ടൂൾ ഉപയോഗിച്ചിട്ടാണോ ഹാക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക, ഹാക്കർ എന്റെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണോ ഹാക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക, ആ മെത്തേഡും ആ ടൂളും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാക്ക് ചെയ്യുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ബഗ്ഗോ വൾണറബിലിറ്റിയോ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇതാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു കമ്പനി അവരുടെ പെർമിഷനോട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരുടെ ബഗ്ഗുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അവരുടെ പ്രോബ്ലം ഇതിലുണ്ടാവുന്ന സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന പ്രോബ്ലം കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്താൽ എന്തുണ്ടാവും, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബാങ്കിങ് ആപ്ലിക്കേഷനൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ബഗ് ഫിക്സിംഗ് അപ്ഡേറ്റ്, സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്നൊക്കെ പറയുന്ന ഒരുപാട് അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ഇതെല്ലാം എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്ന ഡൊമൈനിന്റെ ഭാഗം, മീൻസ് ഈ പെനിട്രേഷൻ ടെസ്റ്റേഴ്സ് ചെയ്ത് ആ ഒരു ബഗ് കണ്ടെത്തിയ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. അടുത്തത് SOC, സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ. സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ എന്ന് പറയുന്നത് ഡിഫെൻസീവ് സെക്യൂരിറ്റി മെത്തഡോളജിയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ സൈബർ സെക്യൂരിറ്റി ഹാക്കിംഗ് നടക്കുന്ന മേഖലകളുടെ ഒരു മേഖലയും കൂടിയാണ് SOC എന്ന് പറയുന്നത്. ഡിഫെൻസീവ് ആണ്. ഇതെന്താ ചെയ്യുന്ന വെച്ചാല് നമ്മുടെ വീട്ടില് മതിൽ പണിയല്ലോ, നമ്മുടെ വീട്ടിൽ ചുറ്റും നമ്മൾ മതിൽ പണിയുന്നുണ്ടായിരിക്കും അല്ലെ. ഈ മതിൽ പണിയുന്നത് എന്താ വെച്ചാൽ കള്ളന്മാരും അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മതിൽ പണിയാണ്. ഈ മതിൽ പണിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചോദിച്ചാൽ ഈ വീടിന് ചുറ്റും മതിൽ പണിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ഒരു CCTV ക്യാമറ വയ്ക്കും. എന്തിനാ? ആരെങ്കിലും മതിൽ പൊളിക്കാൻ നോക്കുന്നുണ്ടോ, മതിൽ എവിടെയെങ്കിലും പൊളിഞ്ഞു കിടക്കുന്നുണ്ടോ, ആരെങ്കിലും മതിൽ ചാടി കിടക്കാൻ നോക്കുന്നുണ്ടോ, ആരെങ്കിലും കള്ളൻ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങള് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അതിന് ചുറ്റും CCTV ക്യാമറ വയ്ക്കും. സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം അതേപോലെ തന്നെയാണ്. അതായത് അവിടെ ഞാൻ പറഞ്ഞത് മതിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ മതിലല്ല, പകരം വരുന്നതായിരിക്കാന്ന് പറഞ്ഞാല് ഫയർ വാൾ എന്ന് പറയും. ഈ ഫയർ വാളിനെ നമ്മൾ മോണിറ്റർ ചെയ്യാണ് ചെയ്യുന്നത്, 24 മണിക്കൂർ മോണിറ്റർ ചെയ്യാണ് ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ആരെങ്കിലും ഹാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, എവിടെയെങ്കിലും എന്തെങ്കിലും അറ്റാക്ക് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ബഗ്ഗോ വൾണറബിലിറ്റിയോ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബഗ്ഗോ വൾണറബിലിറ്റിയോ എക്സ്പോസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ 24 മണിക്കൂറും ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്ററിന്റെ ഭാഗമായിട്ട് SOCന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ ഇതാണ് SOC എന്ന് പറയുന്നത്. ആൻഡ് ദെൻ സൈബർ ഫോറൻസിക്സ് എന്ന് പറയുന്നത് ഇതിലേക്ക് വരുമ്പോൾ, സൈബർ ഫോറൻസിക് എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരു ഹാക്കർ എങ്ങനെയാണോ ഹാക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സൈബർ ഫോറൻസിക് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു 2 രീതിയിൽ ഞാൻ ഇതിന്റെ പെർസ്പെക്റ്റീവ് പറയാം. ഒന്നെന്ന് പറഞ്ഞാല് ഒരു ക്രൈം സീൻ നടക്കുന്നു, ഒരു ക്രൈം നടക്കുന്നു. ഇപ്പൊ നമ്മൾ എടപ്പള്ളിയിൽ വെച്ചിട്ട് ഒരു ക്രൈം നടക്കുന്നു, ഒരാള് അല്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കുന്നു. അവിടെ നിന്ന് എനിക്കൊരു ഡിജിറ്റൽ എവിഡൻസ് കിട്ടുന്നു. ഈ ഡിജിറ്റൽ എവിഡൻസ് ഡിജിറ്റൽ തെളിവുകൾ കളക്ട് ചെയ്ത് അതിന്റെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന് ഡാറ്റ റിട്രീവ് ചെയ്ത് ആരാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ എവിഡൻസ് കളക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒരു കമ്പനി പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാക്കിംഗ് നടന്നു. ഇപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ വീട്ടില് ഒരു വൈഫൈ ഉണ്ടായിരിക്കും, ആ വൈഫൈക്ക് ഒരു മോഡ് ഉണ്ടായിരിക്കും അല്ലെ.
ഈ മോഡെന്ന് ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ കണ്ടിട്ടുണ്ടായിരിക്കും, എൻ്റെ ലാപ്ടോപ്പ് കണ്ടത്, എൻ്റെ വൈഫിന്റെ മൊബൈൽ ഫോൺ കണ്ടിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പ് കണ്ടത്, എൻ്റെ അച്ഛൻ്റെ മൊബൈൽ ഫോൺ കണ്ടിട്ടുണ്ടായിരിക്കും, അമ്മയുടെ മൊബൈൽ ഫോൺ കണ്ടത്, ഇത് എല്ലാ ഡിവൈസും കണ്ടിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് ഹാക്ക് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ എനിക്ക് ബാക്കി ഡിവൈസിനെ അറ്റാക്ക് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതൊരു പോസിബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ സൈബർ ഫോറൻസിക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കമ്പനിയിൽ ഒരു ഹാക്കിംഗ് ആണ്. ഏത് ഡിവൈസ് ആണ് ഹാക്ക് ആയത്, എന്ത് കാരണം കൊണ്ടാണ് ഹാക്ക് ആയത്, എങ്ങനെയാണ് അത് ബ്രീച്ച് ആയത്, ഈ ഡാറ്റ എന്തൊക്കെ ഡാറ്റ ബ്രീച്ച് ആയി, എന്തൊക്കെ സിഗ്നേച്ചറിൽ എന്ത് തരം ഹാക്കേഴ്സ് ആണ് ഹാക്ക് ചെയ്തത്, റാൻസം വെയർ, അങ്ങനെ ഒരുപാട് കേട്ടോ, മാൽവെയർ അറ്റാക്ക്, റാൻസം വെയർ അറ്റാക്ക് എന്ന് പറയുന്ന ഒരുപാട് ഹാക്കിംഗ് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ എന്ത് തരത്തിലാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നതാണ് സൈബർ ഫോറൻസിക്സ് എന്ന് പറയുന്ന ഡൊമൈനിൽ വരുന്നത്. ഓക്കെ, ഞാൻ എത്തിക്കൽ ഹാക്കിങ്ങിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ സൈബർ സെക്യൂരിറ്റി പഠിച്ചാലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം കയറാൻ പറ്റുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ സോക്ക് അനലിസ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ജോലിക്ക് കയറാറുണ്ട്. അസോസിയേറ്റ് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, അവിടെയാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞ പെനിട്രേഷൻ ടെസ്റ്റിംഗിന്റെ ആ ഒരു ഏരിയയ്ക്ക് വരുന്നത്. സോക്ക് അസോസിയേറ്റ് സെക്യൂരിറ്റി അനലിസ്റ്റ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി അനലിസ്റ്റ്, സോക്ക് അനലിസ്റ്റ്, സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ അനലിസ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ലെവൽ ഒരു എൻട്രി ലെവൽ ജോബ് റോൾ വരുന്നത്. ആ എൻട്രി ലെവൽ ജോബ് റോളിൽ നിന്ന് മാറി നിങ്ങൾക്കൂടെ കാണാൻ പറ്റുന്നത് ഫോറൻസിക്കിലേക്ക് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഡൊമൈൻസ് വരുന്നു, റിസ്ക് അനലിസ്റ്റ് എന്ന് പറയുന്ന ഡൊമൈൻസ് വരുന്നു, കംപ്ലൈൻസ് ഓഫീസർ, ഡാറ്റ സൈബർ സെക്യൂരിറ്റി ഡാറ്റ സയന്റിസ്റ്റ്, പെനിട്രേഷൻ ടെസ്റ്റേഴ്സ്, ഡെവ്സെക്കോപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡെവ്സെക്കോപ്സ് ഒക്കെ ഇപ്പോ ഇന്ന് ഫേമസ് ആയി വരുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു മേഖലയാണ് ഡെവ്സെക്കോപ്സ് എന്ന് പറഞ്ഞാൽ. അതിലേക്ക് വരുന്നു, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു ഫീൽഡാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ മേജർ. ഇത് നിങ്ങൾ നോക്കി വെച്ചോളൂ കേട്ടോ. നമുക്ക് സൈബർ സെക്യൂരിറ്റിയിൽ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ പഠിത്തം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, നോക്കി വെക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ മേജർ ആയിട്ട് ജോബ് റോൾസ് വരുന്നത്. അടുത്ത് നമ്മൾ നോക്കിയാൽ എത്തിക്കൽ ഹാക്കിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. എത്തിക്കൽ ഹാക്കിംഗ് എന്താണ്, വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ എത്തിക്കൽ ഹാക്കിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ പെനിട്രേഷൻ ടെസ്റ്റേഴ്സിന് ഒരു 5 lakh to 8 lakh rupees സാലറി പാക്കേജ് ഇന്ന് ഇൻഡസ്ട്രിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞതായിരുന്നു നമുക്ക് ഒരുപാട് ആളുകൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരുപാട് ആളുകൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങളുടെ വളരെ ഫസ്റ്റ് ലെവലിൽ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇനി ഞാൻ കുറച്ച് പറയാം. അതായത് നമ്മുടെ നാട്ടിൽ 100 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പോലീസാണ് വിചാരിക്കുക. 1000 പേരുണ്ടെങ്കിൽ ഒരു പോലീസ് മതിയോ, 2 പോലീസ് മതിയോ? ഈ 1000ത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പോലീസാണ്. 10,000ത്തിന് അത്ര മതിയോ? അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പോലീസാണ്. അപ്പൊ യൂസേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പോലീസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് അത്രത്തോളം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്ന് ഞാൻ പറഞ്ഞു തന്ന പോയിന്റ് ഒന്ന്. അതേപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഫീൽഡിനെ കുറിച്ച് ഇപ്പോഴാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ആണ് എല്ലാവരും കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പണി അറിയുന്ന ആളുകളെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സൈബർ സെക്യൂരിറ്റി ഒരു കമ്പനി ഒരാളെ എടുത്ത് സൈബർ സെക്യൂരിറ്റി പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അത്രത്തോളം ഇതായിട്ട് ജോലിക്ക് കൊടുക്കുക. പണി അറിയുന്ന ആളുകളെ, അതായത് സൈബർ സെക്യൂരിറ്റി അറിയുന്ന ആളുകളെ മാത്രമേ കമ്പനീസ് അറിയുന്നുള്ളൂ. ആ പണി അറിയുന്ന ആളുകളെ മാത്രമേ കമ്പനി ഹയർ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ കമ്പനികൾക്ക് ആളുകളെ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് സൈബർ സെക്യൂരിറ്റി. ഡിമാൻഡിനനുസരിച്ചിട്ട് സപ്ലൈ ഇല്ല. നിങ്ങൾക്ക് എക്കണോമിക്സ് പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും, എക്കണോമിക്സ് അറിയുന്ന ആളുകൾ. ഡിമാൻഡിന് അഗെയിൻസ്റ്റ് സപ്ലൈ ഇല്ല. അപ്പൊ എന്താവും? പ്രൈസ് കൂടും എന്ന് പറഞ്ഞ പോലെ തന്നെ സൈബർ സെക്യൂരിറ്റി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു മിനിമം ഒരു 30,000 മുതൽ 40,000 50,000 വരെ ഈ ഒരു ഇടയിൽ ഈ ഒരു ഗ്യാപ്പിൽ ഒരു ഫ്രഷർ ആണെങ്കിൽ പോലും സാലറി പാക്കേജ് വാങ്ങാം എന്നുള്ളതാണ് സൈബർ സെക്യൂരിറ്റി ഡൊമൈനിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ഇപ്പോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സിലൊക്കെ നിങ്ങൾ കാണുന്ന ബാക്ക് പേപ്പർ ഉള്ളവരാണെങ്കിലും സപ്ലൈ ഉള്ളവരാണെന്നുണ്ടെങ്കിലും എന്തുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു മിനിമം പാക്കേജിലോട് കൂടി ചിലപ്പോൾ അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി അങ്ങനെ ജോലിയൊന്നുമില്ല ഒരാളാണെങ്കിൽ പോലും അവര് ഞാൻ ഇതിൽ പറഞ്ഞു വന്നപ്പോഴേ ബഗിന്റെ കാര്യമൊക്കെ പറഞ്ഞു. എത്തിക്കൽ ഹാക്കിംഗ് പഠിച്ചുള്ള ഒരു ഗുണം നിങ്ങൾ ബഗിന്റെ കാര്യമൊക്കെ പറഞ്ഞു. സൈബർ സെക്യൂരിറ്റിയില് ചില സമയത്ത് നിങ്ങൾ ന്യൂസ് കാണാറുണ്ട്,
ഗൂഗിളിലെ പിഴവ് കണ്ടെത്തിന് ഒരു പയ്യന് എത്ര കോടി രൂപ സമ്മാനം കിട്ടി, അല്ലെങ്കിൽ ഇന്ന കമ്പനിയുടെ പിഴവ് കണ്ടെത്തിന് ഇത്ര കോടി രൂപ സമ്മാനം കിട്ടി, ഇന്നതിന്റെ പിഴവ് കണ്ടെത്തിന് ഇത്ര കോടി രൂപ സമ്മാനം കിട്ടി എന്നൊക്കെ പറഞ്ഞ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞാല് ബഗ് ബൗണ്ടി അല്ലെങ്കിൽ ബഗ് ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇത് എത്തിക്കൽ ഹാക്കിംഗ് ഡൊമൈൻ ആ ഒരു ഒഫൻസീവ് കണ്ടറിൽ വരുന്നത്. നമ്മള് ഇവിടെ ഇരുന്ന് ഫ്രീലാൻസ് ആയിട്ട് നമ്മൾ പല കമ്പനികളുടെയും ബഗുകൾ കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്യും. നമുക്ക് നല്ലൊരു എയിമിംഗ് മെത്തേഡാണ്. ആളുകളോട് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ബഗ് ഹണ്ടിങ് ഒക്കെ ചെയ്യുന്നത്. ഇവിടെയൊക്കെ തന്നെ ആപ്പിളിന്റെ പഠിക്കുന്നതിനൊപ്പം തന്നെ പിന്നീട് പഠിക്കുന്നതിനൊപ്പം ആപ്പിളിന്റെ ഹോൾ ഓഫ് ഫെയിമിലൊക്കെ അവാർഡ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ ഇതൊക്കെ ഗുണത്തിൽ ഇവരുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ആവും. പോർട്ട്ഫോളിയോ ബിൽഡ് ആവുന്നതിനൊപ്പം തന്നെ ഇവർക്ക് ഇതിലൊക്കെ ഒരു വരുമാന മാർഗമാണ്. സ്റ്റുഡൻസ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത് വരുമാനം മാർഗം. ഇതൊക്കെ ഒരു ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിലുള്ള ഒരു ഫീൽഡാണ്. അപ്പൊ ഇതിന്റെ ഓപ്പർച്യൂണിറ്റി ഇങ്ങനെയാണ്, ഒരു കടല് പോലുള്ള ഒരു ഫീൽഡാണ്. സൈബർ സെക്യൂരിറ്റി ഉണ്ടല്ലോ, പിന്നെ നിങ്ങളൊന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങുമാണ്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റിയും പോകാം. നല്ല പേയ്മെന്റ് ഉള്ള ഫീൽഡാണ്. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് പറഞ്ഞാൽ സമൂഹത്തെ രക്ഷിക്കുക എന്ന് പറയുന്നത് ആ ഉത്തമ ബോധ്യത്തോടു കൂടി ഒന്നും അല്ലല്ലോ. കൂടുതൽ പേരും ഇതെല്ലാവരും എനിക്ക് തോന്നുന്നത് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഇതാണ് അല്ലെ. നല്ല സാലറി പാക്കേജ് വേണം, നല്ല പേര് വേണം, അല്ലെങ്കിൽ നല്ല ഡെസിഗ്നേഷൻ വേണം. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഫീൽഡാണ് സൈബർ സെക്യൂരിറ്റി. സോ ഞാൻ പറഞ്ഞു വന്നപ്പോൾ അത് പറഞ്ഞെന്നുണ്ട്. ആ സാലറി പാക്കേജ് കാണിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൽ എത്രത്തോളം സാലറി പാക്കേജ് എന്നുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പെനിട്രൽ സൈബർ സെക്യൂരിറ്റിയിൽ നൗക്കറിയിലെയും ലിങ്ക്ഡിനിലെയും ഇന്ന് ഞാൻ PPT ഉണ്ടാക്കുന്ന സമയത്ത് സൈബർ സെക്യൂരിറ്റിയിലെ വാക്കൻസീസ് പോസ്റ്റ് ചെയ്യുന്നത് 12,703 വാക്കൻസീസ് ഓപ്പണിൽ കിടക്കുകയാണ് നൗക്കറിയിലാണ്. അതേപോലെ എത്തിക്കൽ ഹാക്കിംഗ് പഠിച്ച ഡൊമൈനിൽ വരുന്ന കേട്ടോ പെനിട്രേഷൻ ടെസ്റ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു. 1000-ഓളം വാക്കൻസീസ് ലിങ്ക്ഡിനിൽ വാക്കന്റ് ആയിട്ട് കിടക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പണ്ട് ലാസ്റ്റ് ഇയർ ഏപ്രിലോ ജൂണിലോ ഒക്കെയാണ് തോന്നുന്നു നമ്മുടെ നരേന്ദ്രമോദി ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, 40,000 സൈബർ സെക്യൂരിറ്റി ഒഴിവുകൾ അൺഫിൽഡ് ആയിട്ട് കിടക്കുന്നു. സൈബർ സെക്യൂരിറ്റിയിൽ ഏറ്റവും കൂടുതൽ സ്കിൽ ഷോർട്ടേജ് ഫേസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്. 100 പേര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 വേക്കൻസി വേണമെങ്കിൽ 60 പേര് മാത്രം ഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി. സ്കിൽ ഷോർട്ടേജ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്, സാലറി പാക്കേജ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ടെക്നോ വാലിയും മലയാള മനോരമ ഹൊറിസോണും ചേർന്ന് നമ്മളൊരു പുതിയൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കിംഗ് സ്പെഷ്യലിസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതൊരു കിക്ക് സ്റ്റാർട്ട് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി കരിയറിലേക്ക് ഒരു കിക്ക് സ്റ്റാർട്ട് പ്രോഗ്രാമാണ്. ഇവിടെ നമുക്ക് എന്താ പറയാ, നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഒരു എൻട്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വേണ്ട കാര്യങ്ങൾ പഠിച്ച് തുടങ്ങി പോകാൻ പറ്റുന്ന, അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ ലെവലിൽ എങ്ങനെ സെക്യൂർ ആണ്, നിങ്ങൾക്ക് സെക്യൂരിറ്റി എന്തൊരു ഇന്റർമീഡിയറ്റ് ലെവൽ പ്രോഗ്രാമാണ് നമ്മളിവിടെ എത്തിക്കൽ ഹാക്കിംഗ് സ്പെഷ്യലിസ്റ്റ് പ്രോഗ്രാം മലയാള മനോരമ ഹൊറിസോണിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എത്തിക്കൽ ഹാക്കിംഗ് സ്പെഷ്യലിസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു തന്നെ എല്ലാവരും സൈബർ സെക്യൂരിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇത് കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും, ഇതിൽ സെക്യൂർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും. മിനിമം നമ്മളൊരാളെ ഹാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഇതിൽ കരിയർ ബിൽഡ് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കരിയർ ബിൽഡ് ഇത് എന്താണെന്ന് എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറയും. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് കൂടി പറ്റുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് ഇതേത് പേജ് കാറ്റഗറിയിലാവട്ടെ, 10 പാസ്സായിട്ടുള്ള ആളാണെങ്കിൽ, +2 ഉള്ള ആളാണെങ്കിൽ, 8ാം ക്ലാസ്സുള്ള ആളാണ്, ആരാണെങ്കിലും അവർക്ക് പഠിക്കാൻ പറ്റുന്നത്. ഇനി അവർക്ക് സൈബർ സെക്യൂരിറ്റിയിലേക്കുള്ള ഒരു കാൽവെപ്പ്, സൈബർ സെക്യൂരിറ്റിയിൽ അവർക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാം തന്നെയാണ് നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് സ്പെഷ്യലിസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ മനോരമയുമായി ചേർന്ന് മലയാള മനോരമ ഹൊറിസോണുമായി ചേർന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു പ്രോഗ്രാമില് നമ്മൾ പഠിക്കുന്ന സ്ഥലം സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ഇപ്പൊ നെറ്റ്വർക്കിന്റെ സെക്യൂരിറ്റി ആണ് സൈബർ സെക്യൂരിറ്റി. നെറ്റ്വർക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട ഒരു മേഖലയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതില് ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ വെച്ചാൽ സൈബർ സെക്യൂരിറ്റി നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്ന മേഖലയിൽ സോളിഡ് ഫൗണ്ടേഷൻ ഗെയിൻ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വൾനറബിലിറ്റി അനാലിസിസ്, അതായത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഫോൺ ഒരാളെ ഹാക്ക് ചെയ്യണം, നിങ്ങളുടെ സിസ്റ്റം ഒരാളെ ഹാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ബഗ്ഗോ വൾനറബിലിറ്റി എന്തെങ്കിലും സിസ്റ്റത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അങ്ങനത്തെ വൾനറബിലിറ്റി അനലൈസ് ചെയ്യുന്ന കാര്യത്തിലാണ് സിസ്റ്റം ഹാക്കിംഗ്, സോഷ്യൽ എഞ്ചിനീയറിംഗ്, വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി, നമ്മൾ യൂസ് ചെയ്യുന്ന വെബ് ആപ്ലിക്കേഷൻസിന്റെ സെക്യൂരിറ്റി, ക്രിപ്റ്റോഗ്രഫി, എൻക്രിപ്ഷൻസ് എന്ന് പറയുന്ന മേജർ സൈബർ സെക്യൂരിറ്റി ഡൊമൈനിലെ ടോപ്പിക്കിലേക്കുള്ള അതിന്റെ നോളജും കൂടെ അക്വയർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു
കോഴ്സിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. അതായത് ഈ നെറ്റ്വർക്കിംഗിന്റെ ഫൗണ്ടേഷനിൽ തുടങ്ങി വൾണറബിലിറ്റി അനാലിസിസ്, സിസ്റ്റംസ് ഹാക്കിംഗ്, സോഷ്യൽ എഞ്ചിനീയറിംഗ്, വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി, ക്രിപ്റ്റോഗ്രഫി, എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെ കടന്നുവരുന്നതായിരിക്കും ഈ മനോരമ ഹൊറിസോൺ പ്രോഗ്രാമിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നതിനോടുകൂടി ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതോട് നിങ്ങൾ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലേക്ക് ഡയറക്റ്റിലേക്ക് നിങ്ങൾ എൻട്രി ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലേക്ക്. പിന്നെ നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് പെനിട്രേഷൻ ടെസ്റ്റിംഗിൽ സ്പെഷ്യലൈസ് ചെയ്യണോ, അതോ ഡിഫൻസീവ് സെക്യൂരിറ്റിയിൽ സ്പെഷ്യലൈസ് ചെയ്യണോ, സൈബർ ഫോറൻസിക്കിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അതായത് അത് കഴിഞ്ഞും നിങ്ങൾക്ക് ഇതിൽ ഫർദറായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കവർ ചെയ്തു. അതേപോലെ തന്നെ മനോരമ ഹൊറിസോണിലുള്ള സൈബർ സെക്യൂരിറ്റിക്ക് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ പ്രോഗ്രാം അത് എങ്ങനെയാണെന്നുള്ളതും നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് പ്രോഗ്രാം. ഇങ്ങനെയാണ് നമുക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ഫീൽഡാണ്, നല്ല കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ള ഫീൽഡാണ്. നമുക്ക് ഇത്രയേ ഉള്ളൂ. സൈബർ സെക്യൂരിറ്റിയിൽ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള നിങ്ങളുടെ എബിലിറ്റി അനുസരിച്ചിട്ട്, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. നിങ്ങൾ ഹാർഡ് വർക്ക് ആണോ നന്നായിട്ട് ഏൺ ചെയ്യാം, നിങ്ങൾ മടിയനാണോ അതിനനുസരിച്ച്. അപ്പോൾ ഇതിലുള്ള ഓരോ ഏരിയ അങ്ങനെ തന്നെ കേട്ടോ, എല്ലാം അങ്ങനെ തന്നെ. എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കുക, എത്തിക്കൽ ഹാക്കിംഗ് നിങ്ങൾ കാണല്ലേ, കഴിഞ്ഞ കൊല്ലം ആലപ്പുഴയിൽ ഇതേ നമ്മുടെ മനോരമ ഹൊറിസോണിൽ മലയാള മനോരമ പേപ്പറിൽ വന്ന ആർട്ടിക്കിളാണ്. അതായത് ആലപ്പുഴയിലെ ഒരു പയ്യന് 1 കോടി രൂപ ഗൂഗിളിൽ നിന്ന് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. ആലപ്പുഴയിൽ അവൻ എനിക്ക് തോന്നുന്നു ബിടെക്കിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു പയ്യനായിരുന്നു, ലാസ്റ്റ് ഇയർ ആയിരുന്നു അതുണ്ടായിരുന്നു. ഇവന് പഠിക്കുന്നതിനുള്ള 1 കോടി രൂപ സമ്മാനമായിട്ട് കൊടുക്കുക. എന്തിനാ? ഒരു ബഗ് കണ്ടെത്തിയത്. ബഗ് ബൗണ്ടി എന്ന് പറയുന്ന രീതിയിലാണ് വരുന്നത് എത്തിക്കൽ ഹാക്കിംഗ്. സോ നിങ്ങൾക്ക് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് മനോരമ ഹൊറിസോൺ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇതില് ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു ടീം സെക്യൂരിറ്റി എന്ന് പറഞ്ഞ 3 മേഖല പറഞ്ഞല്ലോ, അനലിസ്റ്റ്, പിന്നെ സ്റ്റോക്ക് അനലിസ്റ്റ്, പിന്നെ എത്തിക്കൽ ഹാക്കിംഗ്, പിന്നെ ഫോറൻസിക്. അപ്പൊ ഈ 3നും കൂടിയിട്ടുള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ജനറൽ നോളജ് ആണോ ഈ കോഴ്സിൽ കൊടുക്കുന്നത്? ഇത് നമ്മുടെ എന്താ വെച്ചാൽ ഈ ഒരു പ്രോഗ്രാമിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലേക്കുള്ള ഞാൻ പറഞ്ഞ ഇതിന്റെ ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് അവസാനിപ്പിക്കുന്ന ഒരു തിയറട്ടിക്കൽ ലേണിംഗിലല്ല മൊത്തത്തിൽ ഈ പ്രോഗ്രാം ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇതൊരു കിക്ക് സ്റ്റാർട്ട് പ്രോഗ്രാം ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിന് സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് തീരുമാനിക്കാം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ 3 ടോപ്പിക്കിനെയും കുറിച്ച് അല്ലെങ്കിൽ ഈ നമ്മുടെ സ്റ്റോക്ക് അനലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കിക്ക് സ്റ്റാർട്ട് അല്ല, അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പറഞ്ഞാൽ എനിക്ക് ചോദ്യം മനസ്സിലായി. അതായത് ഇത്രേ ഉള്ളൂ. അതായത് ഇതെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്ന ഇതിലേക്കുള്ള നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് ലെവലിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സെൽഫ് സെക്യൂർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത്, ഒരു ഇത് പഠിച്ചു തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത് അവർക്കുള്ള പ്രോഗ്രാമാണത്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ട ഏത് ഡൊമൈൻ എടുത്താലും നിങ്ങൾക്ക് നെറ്റ്വർക്കിന്റെ ഫൗണ്ടേഷൻസ് ഉണ്ടായിരിക്കും, ഫണ്ടമെന്റൽസ് ഉണ്ടായിരിക്കും. നെറ്റ്വർക്കിന്റെ ഫണ്ടമെന്റൽസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു പോകും. അതിനുശേഷം നിങ്ങൾക്ക് എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൾണറബിലിറ്റി അനാലിസിസ് എന്നൊക്കെ പറയുന്ന കോർ ടോപ്പിക് തന്നെയാണ് നമ്മൾ ഇതിലും പഠിക്കുന്നത്. പക്ഷേ ഹൈ ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ട് ലെവലിലല്ല, ഒരു ഇന്റർമീഡിയറ്റ് ലെവലിൽ തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കും. എന്നൊരു ഡൗട്ട് ചോദിക്കാനാണ്, ഇപ്പൊ നമ്മള് യൂഷ്വലി സൈബർ സെക്യൂരിറ്റിയുടെ കോഴ്സ് ഡ്യൂറേഷൻ എങ്ങനെയാണ്? അതായത് ഇപ്പോൾ നിങ്ങൾ നേരത്തെ കാണിച്ച ഒരു ജോബിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞല്ലോ, അവർ നോക്കുന്ന കാൻഡിഡേറ്റ്സിന് എന്ത് ക്വാളിഫിക്കേഷൻ, സൈബർ സെക്യൂരിറ്റിയിൽ ഏത് ടൈപ്പ് ഓഫ് ക്വാളിഫിക്കേഷൻ ചെയ്തിട്ടുള്ളവരെയാണ് അവർ സാധാരണ നോക്കുന്നത്? അപ്പോൾ നമ്മളൊരു ഡിഗ്രി പറയുകയാണെങ്കിൽ 3 years, PG 2 years അങ്ങനെ ചെയ്യുന്ന പോലെ സൈബർ സെക്യൂരിറ്റിക്ക് ഒരു കോഴ്സ് ഇതുണ്ടോ, അല്ലെങ്കിൽ കോളേജസ് ഉണ്ടോ? ടെക്നോ വാലി ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഉണ്ടോ, അതോ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് മാത്രമാണോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലിപ്പോ ചോദ്യത്തിലേക്ക് വരുമ്പോൾ സൈബർ സെക്യൂരിറ്റിയിൽ നിങ്ങൾ ഏത് ഡൊമൈൻ ആണെന്ന്, ഇപ്പൊ BSc സൈബർ സെക്യൂരിറ്റി പ്രോഗ്രാംസ്, സൈബർ ഫോറൻസിക്സ് എന്ന് പറയുന്ന പ്രോഗ്രാം, BTech സൈബർ ഫോറൻസിക്സ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ സ്പെഷ്യലൈസ്ഡ് ഡിഗ്രീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ,
പക്ഷെ ഇതില് ഇൻഡസ്ട്രി സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ബെഞ്ച് മാർക്കുകളുണ്ട്. സ്പെഷ്യൽ ഒരു എന്താ പറയാ ഇപ്പോ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. ഓക്കെ, ചില സർട്ടിഫിക്കേഷൻസ്. ഓക്കെ, സോ ആ സർട്ടിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സൈബർ സെക്യൂരിറ്റി ഡൊമൈനിൽ കയറുന്ന ആളുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ഓക്കെ, അതായത് എങ്ങനെയാ വെച്ചാല് നിങ്ങൾക്കത് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഈസി കൗൺസിൽ കോമിറ്റി ഓഫ് സെക് എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറച്ച് ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻസ്, കമ്പനീസ് ഡിമാൻഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻസ്. ഞാൻ പറഞ്ഞല്ലോ, സൈബർ സെക്യൂരിറ്റി നിങ്ങൾ 60 ഒരു കൊല്ലം പഠിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഇത്ര സമയം പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ സെറ്റ് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതിലേക്കുള്ള ജോബ് റോളും കാര്യങ്ങളും വരുന്നത്. പക്ഷെ ആ സ്കിൽ സെറ്റിന് നിങ്ങൾ ഇതായിട്ടുള്ള എഗെയിൻസ്റ്റ് ആയിട്ട് ചില സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, അത് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതിന് പല രീതിയിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത് ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിലേക്കുള്ളൊരു ശരിക്കും ഒരു നോളജ് ബിൽഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ എന്തിലേക്ക് പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു നോളജ് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ടെക്നോ വാലി ഫർദർ കോഴ്സ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ, അതോ ഇതൊരു ഇൻട്രോഡക്ടറി കോഴ്സ് മാത്രമാണോ ടെക്നോ വാലിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്? അല്ല, നമുക്ക് ടെക്നോ വാലിയുടെ സൈഡിൽ നിന്ന് വരുമ്പോൾ നമ്മള് ഇതില് സൈബർ സെക്യൂരിറ്റിയില് നമ്മൾ ഈ പറഞ്ഞ ഗ്ലോബൽ സ്റ്റാൻഡർഡൈസേഷനിലേക്ക് നമ്മൾ കുട്ടികൾക്ക് എത്തി അവർക്കൊരു ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിത്ത് ഗ്ലോബൽ സ്റ്റാൻഡർഡൈസേഷൻ തന്നെ നമുക്ക് തരുന്നുണ്ട്. ഇത് ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കിക്ക് സ്റ്റാർട്ട് പ്രോഗ്രാം. ഓക്കെ, താങ്ക് യു. നമുക്ക് ഏത് ഏജ് ലിമിറ്റ് ആണെന്നുണ്ടെങ്കിലും ചെയ്യാം കേട്ടോ. ഏജ് ലിമിറ്റ് എന്നൊരു മാൻഡേറ്റ് ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് പറ്റുള്ളൊന്നുമില്ല. ഏത് ഏജ്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഏജ് ലിമിറ്റും അല്ല, നിങ്ങളുടെ ഇതുമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും അല്ല, പഠിക്കാനുള്ള താല്പര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റെഡി, യു ക്യാൻ ട്രെയിനിങ്. So, Vibin. Yeah. Hi. We have got one more question here. Class ഏത് സ്ഥലത്താ, സമയം എങ്ങനെയാണ്? ഓക്കെ, നമ്മളുടെ മനോരമ ഹൊറൈസൺ ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. മലയാള മനോരമയുടെ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ഥലത്തിന്റെ ഒരു പ്രശ്നം വരില്ല. സോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. യു ക്യാൻ ലേൺ ഓൺ ദ ഗോ. അത് മാത്രമല്ല, നമ്മൾ ഇതിന്റെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ദാറ്റ് നിങ്ങൾക്ക് അഥവാ ഒരു ക്ലാസ്സോ 2 ക്ലാസ്സോ വല്ലതും മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് അത് നിങ്ങൾക്ക് പിന്നീട് ഏതെങ്കിലും നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് പഠിക്കാനും പറ്റും. ക്ലാസ്സസ് ലൈവ് ആയിരിക്കും, കംപ്ലീറ്റ്ലി ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ഡൗട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരു ഡൗട്ട് കൂടെ ഉണ്ട്. ഐ തിങ്ക് ഓൾമോസ്റ്റ് സമയമായിട്ടുണ്ട്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ദോസ് അറ്റൻഡ് ദ മീറ്റിംഗ്. ഓക്കെ, ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തവർക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മളുടെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടൈം ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈവനിങ് ടൈമിലാണ്, 7 to 9 ആണ് നമ്മുടെ ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഞാനൊരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഈ നമ്മളുടെ ഈ ചാറ്റിലും നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമർ കെയർ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് നമ്മുടെ കോഴ്സസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. നാളെ രാവിലെ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു. വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. എല്ലാവരും വളരെയധികം ഡൗട്ട്സ് ഉള്ളവർ കുറെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചു. പ്ലസ് നമുക്ക് എന്താ പറയുക, കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ചാറ്റ് ത്രൂവും വന്നു. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു താങ്ക് മിസ്റ്റർ രാഹുൽ ഫോർ ദ വണ്ടർഫുൾ സെഷൻ ദാറ്റ് യു ഹാവ് ഡെലിവേർഡ് ജസ്റ്റ് നൗ. കാരണം എനിക്ക് തോന്നുന്നു വളരെ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടും നമ്മളുടെ ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന വളരെ വലിയൊരു മേഖല എന്ന് പറഞ്ഞാൽ രാഹുൽ സാർ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിന്റെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി എത്രത്തോളം ആണെന്ന് കൃത്യമായിട്ട് സാർ പറഞ്ഞു തന്നു. സോ ഇപ്പോൾ ഇനി നമ്മളുടെ ടേൺ ആണ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. സോ ഈ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് നമ്മളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കസ്റ്റമർ കെയർ ടീം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എസ്പെഷ്യലി രാഹുൽ സർ ആൻഡ് ടെക്നോ വാലി ടീം ഫോർ ദ ഗ്രേറ്റ് സപ്പോർട്ട് യു ഹാവ് എക്സ്റ്റെൻഡഡ് ഫോർ ദിസ് വെബിനാർ.
എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇതൊരു ഫ്രൈഡേ ഈവനിങ് ആണ്. പലപ്പോഴും പല ആളുകളും വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന വഴിയായിരിക്കും. എന്നാലും ഈ സമയം കണ്ടെത്തി നമ്മളുടെ വെബിനാറിന് വേണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടി കാണിച്ച ആ ഒരു മൈൻഡ് സെറ്റിനും മനോരമ ഹൊറൈസൺ ആൻഡ് ദ എൻറ്റയർ മലയാള മനോരമ ഫാമിലി ഈസ് താങ്ക്ഫുൾ ടു യു. Once again, thank you all. Have a great evening. Thank you. Thank you so much. And have a great weekend too. Manorama Horizon. Learning made simple.